ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെയ്യുന്നതാണ് നമ്മളെ ശക്തരാക്കി മാറ്റുന്നത്. ഈ ഒരു മണി പ്ലാന്റ് താഴേക്ക് വളരുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിവെക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാനും ഓർത്തു ഇതിനെ മുകളിലേക്ക് വളർത്താൻ ഒരു സ്റ്റിക്കൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. ഈ മണി പ്ലാന്റ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എത്ര എളുപ്പത്തിലാണല്ലേ അത് വളരുന്നത്. ഇത്ര ഈസി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ലൈഫിനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കും എത്രയും പെട്ടെന്ന് ലൈഫിൽ വളരാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചുറ്റി പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ വളർത്തുമ്പോൾ എന്ത് മനോഹരമായിട്ടാണതല്ലേ അത് നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം എൻ്റെ സറൗണ്ട്സ് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലീൻഡായിട്ട് മാറുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഒരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എല്ലാ സ്ഥലങ്ങളും എടുത്തിട്ട് പൊടി തട്ടി ക്ലീൻ ചെയ്തെടുക്കലാണ് എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ബോഗൺവില്ല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ലോകത്തെ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഏറ്റവും മനോഹരമായി പൂക്കാൻ നമ്മിലേക്ക് വരുന്ന ഓരോ ശത്രുവിനെയും മുള്ളു കൊളുത്തിയിട്ട് വേദനിപ്പിച്ച് പറഞ്ഞു വിടുക. പിന്നീട് ഒരിക്കലും അയാൾ നമ്മളിലേക്ക് വരരുത്, വരാനുള്ളൊരു മനസ്സ് അയാൾക്ക് ഉണ്ടാവരുത്. പക്ഷേ അത് എത്ര മനോഹരമായിട്ടാണല്ലേ പൂത്ത് നിൽക്കുന്നത്. ആരെയും പേടിച്ചിട്ട് അയ്യോ ഞാൻ പൂത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ പറിച്ചു കൊണ്ടുപോകുന്നത് ചിന്തിക്കുന്നില്ല. എനിക്കെന്നെ സംരക്ഷിക്കാൻ അറിയാമെന്നുള്ള രൂപത്തിലാണ് അത് നിൽക്കുന്നത്. നമ്മുടെ പാത്തുവിൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് കാര്യമാണ് ഓൾക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത്. ഒരു ദിവസത്തെ കാര്യം ഉണ്ടാവുള്ളൂ എങ്കിലും ഷീ ഈസ് സോ ഹാപ്പി. ആൻഡ് പപ്പൻ്റെ അടുത്ത് ഓൾക്ക് സർപ്രൈസ് കിട്ടിയത് പറയാൻ കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പം പൈനാപ്പിൾ കണ്ടിട്ട് എന്നോട് പറയണം എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് തന്നെ വേണമെന്ന്. അങ്ങനെ പാതിരാത്രി എന്നെ കൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി 2 പേർക്കും ഓൾക്കും ഓളെ കാക്കുനും കുടിച്ചതിന് ശേഷമാണ് നല്ല സുഖമായിട്ട് അവളുടെ ടെഡീനെയും കെട്ടിപ്പിടിച്ച് അവൾ ഉറങ്ങുന്നത് കേട്ടോ.